എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് തുക എത്തുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തോട് കൂടി തന്നെ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ച 2 മാസത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുകയും 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് നടന്നില്ല. മാക്സിമം ഇലക്ഷന് തൊട്ട് മുമ്പത്തേക്ക് ഇത് വൈകിക്കുക എന്നുള്ള ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു. കാരണം വോട്ട് ചെയ്യുന്നതിന് തലേ ദിവസം മുമ്പൊക്കെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ 4000 രൂപ കയ്യിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷനെ സ്വാധീനിച്ചേക്കാം എന്ന് സർക്കാർ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെൻഷൻ വിതരണം 30-ാം തീയതിയിലേക്കും 31-ാം തീയതിയിലേക്കും മാറ്റിയിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ പകുതിയിലധികം ആളുകൾക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ കയ്യിലാണ് പെൻഷൻ വിതരണം നടത്താറുള്ളത്. ആ പെൻഷൻ ഇതുവരെ വിതരണം ആരംഭിച്ചിട്ടില്ല. അതിനുള്ളൊരു കാരണം 31-ാം തീയതി ആണ് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തിയത്. ട്രഷറിയിൽ പണം എത്തിയിട്ടുണ്ട്. പക്ഷേ ട്രഷറി 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഇന്നും ഇന്നലെയും മിഞ്ഞാന്നും ലീവായിരുന്നു. നാളെ ട്രഷറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ ഒരു തുക മാറിയെടുക്കാനാകും എന്നാണ് സർവീസ് സഹകരണ സംഘങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ട്രഷറികളിലേക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ എത്തും. അപ്പോൾ അവർക്ക് ആ ഒരു തുക നാളെ എപ്പോഴാണോ ലഭിക്കുന്നത് അതിനുശേഷം ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം ആരംഭിക്കും. നാളെ എത്തുകയാണ് എങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ചയാണ് എങ്കിൽ പോലും വീടുകളിൽ പെൻഷൻ വിതരണം നടക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടു കൂടി പെൻഷൻ വിതരണം സജീവമാകുകയും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതുമാണ്. 2000 രൂപയുടെ 2 ഗഡുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറിയത് എങ്കിൽ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ 4000 രൂപയാക്കിയിട്ട് തന്നെയായിരിക്കും അത് വിതരണം ചെയ്യുക. 4000 രൂപ ഓരോ ഗുണഭോക്താക്കളുടെ കയ്യിലേക്കും എത്തിച്ച് നൽകുന്നതാണ്. അപ്പോൾ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ വിതരണം കയ്യിലും വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. അടുത്ത പെൻഷൻ മെയ് മാസത്തേതാണ്. അതിൻ്റെ ഉത്തരവും സർക്കാർ മുൻകൂറായിട്ട് ഇറക്കിയിട്ടുണ്ട്. മെയ് മാസത്തിൽ ആ ഒരു പെൻഷൻ അതായത് സമയത്ത് ലഭിക്കും. പക്ഷേ ഇലക്ഷന് മുമ്പ് അതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ തിങ്കളാഴ്ച വിതരണം ഉണ്ടായേക്കും എന്നുള്ളതും നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഇല്ല. കാരണം 3 ദിവസം തുടർച്ചയായിട്ടുള്ള ഓഫീസ് അവധി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തെ 1000 പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 6 മാസത്തേതാണ് വിതരണം ചെയ്തത്. അത് മുഴുവൻ ലഭിച്ചിട്ടുള്ളവർ താഴെ നിന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ബാക്കി തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഒരു വിവരമില്ല. അത് നമ്മൾ ചോദിച്ച ഫോൺ കോൾ നിങ്ങളെ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചിരുന്നു. അപ്പോൾ പ്രവാസി പെൻഷനൊക്കെ മുഴുവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ അതും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. 9-ാം തീയതിക്ക് മുമ്പ് എല്ലാം കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.